കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവ്. അന്വേഷണം തൃപ്തികരമല്ലെന്ന് കുട്ടിയുടെ പിതാവ് നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലത്തിലാണ് തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജോസ് അനുമതി തേടിയത്. കേസിൽ രണ്ടാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം ലഭിച്ചു. ദിലീപ് ദേവസ്യ നൽകും കൂടുതൽ വിവരങ്ങൾ. ദിലീപ് ദേവസ്യ, 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയത് ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ സംഭവമാണ്. രാപ്പകൽ നീണ്ട തെരച്ചിലിനൊടുവിലാണ് കുഞ്ഞിനെ ആശ്രാമ മൈതാനത്ത് നിന്ന് കിട്ടിയത്. ഇപ്പോൾ അന്വേഷണത്തിന്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന വഴിത്തിരിവെന്താണ്? സുജിയ, കുട്ടിയുടെ പിതാവ് നൽകിയ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇങ്ങനെ പറഞ്ഞത്. അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള തരത്തിലൊരു പരാമർശം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ അന്വേഷണം, അതായത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ആയ എം ജോസ് കോടതിയിൽ തുടരന്വേഷണത്തിന് അർജി നൽകിയത്. ഈ തുടരന്വേഷണത്തിനാണ് ഇപ്പോൾ 10 ദിവസത്തേക്ക് കൊല്ലം സെഷൻസ് കോടതി അനുമതി നൽകിയത്. കൂടാതെ ഈ കേസിലെ രണ്ടാം പ്രതിയായ അനുപമയ്ക്ക് ജാമ്യവും നൽകിയിരുന്നു. ഈ കേസിൽ നേരത്തെ തന്നെ സുജിയ പറഞ്ഞതുപോലെ തന്നെ വലിയ വിവാദങ്ങളുണ്ടായ സംഭവമായിരുന്നു. അന്ന് തന്നെ ഈ കുട്ടി, അതായത് കുട്ടിയെ തട്ടിക്കൊണ്ട് സമയത്ത് കുട്ടിയുടെ സഹോദരൻ തള്ളി മാറ്റുന്നു. ഈ സമയത്ത് ഈ സഹോദരൻ കാറിലേക്ക് നോക്കിയപ്പോൾ 4 പേരെ കണ്ടത്. ബാക്ക് പിൻ സീറ്റിൽ 2 പേര് ഇരിക്കുന്നത് കണ്ടിരുന്നു. ഒരു സ്ത്രീയും പുരുഷനും ഇരിക്കുന്നതായിട്ട് ഈ 8 വയസ്സുകാരനായ സഹോദരൻ കണ്ടിരുന്നു. ഈ കുട്ടിയുടെ മൊഴിയാണ് പിന്നീട് ഇതിലേക്ക് വന്നത്. പക്ഷേ തട്ടിക്കൊണ്ടുപോയ 6 വയസ്സുകാരി പറഞ്ഞത് കാറിൽ 3 പേർ മാത്രമായിരുന്നു ഉണ്ടായതെന്ന്. പക്ഷേ ഈ ആൺകുട്ടിയുടെ മൊഴിയും ഈ പിതാവിൻ്റെ ഒരു ചാനലിനോട് നടത്തിയുള്ള പ്രതികരണവുമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വീണ്ടും തുടരന്വേഷണത്തിന് അപ്പീൽ നൽകിയത്. ഇങ്ങനെ വേണമെന്നുള്ളൊരു തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് അമ്മാർ അജിത് കുമാറിൻ്റെ ഇടപെടൽ ഉണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയായിരുന്നു ഒരു ചാനൽ അന്വേഷണം നടത്തിയത്. പക്ഷേ പിതാവ് ഇപ്പോൾ നമ്മളോട് പറയുന്നത് തനിക്ക് അത്തരത്തിലുള്ള ഒരു അന്വേഷണം ആവശ്യമില്ല, താൻ ഈ അന്വേഷണത്തിൽ തൃപ്തികരമാണെന്നാണ് പിതാവ് നമ്മളോട് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ കേസിൽ ഇപ്പോൾ നിർണായകമായി വന്നിരിക്കുന്നത് 10 ദിവസത്തേക്ക് കേസ് തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. കൂടാതെ ഈ കേസിലെ രണ്ടാം പ്രതിയായ അനിതകുമാരിക്ക് ജാമ്യവും ലഭിച്ചിരിക്കുന്നു. നേരത്തെ ഈ 3-ാം പ്രതിയായ അനുപമ, ഇവരുടെ മകൾ അനുപമയ്ക്ക് ജാമ്യം നൽകുകയും ചെയ്തതിന് പത്മകുമാറിൻ്റെ ജാമ്യം പരിഗണിച്ചിട്ടില്ല. സുജിയ.